വിശുദ്ധരോടൊപ്പം മാർച്ച് 9 വിശുദ്ധ ഫ്രാൻസിസ്. കൊള്ളാറ്റിൻ സഭയുടെ സ്ഥാപകയായ ഫ്രാൻസിസ് കുലീന മാതാപിതാക്കന്മാരിൽ നിന്ന് ഇറ്റലിയിൽ ജനിച്ചു. ചെറുപ്പം മുതൽ സന്യാസ ജീവിതം ആഗ്രഹിച്ചെങ്കിലും മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം 1396 ഒരു റോമൻ പ്രഭുവായ ലോറൻസു പൊൻസാനിയെ അവൾ വിവാഹം കഴിച്ചു. ഫ്രാൻസിസ് ആഡംബരങ്ങളിൽ നിന്നകന്ന് പ്രാർത്ഥനയിലും ധ്യാനത്തിലും വിശുദ്ധ കുർബാനയുടെ സന്ദർശനത്തിലും അവൾ ആനന്ദം തേടി. 40 കൊല്ലത്തെ വിവാഹ ജീവിതത്തിൽ അവൾ ഒരിക്കലും തൻ്റെ ഭർത്താവിനെ അനുസരിക്കാതിരുന്നിട്ടില്ല. വിവാഹിതയായ സ്ത്രീ എന്തിനെങ്കിലും വിളിക്കപ്പെട്ടാൽ ഭക്ത്യാഭ്യാസങ്ങൾ നിർത്തിവെച്ച് കുടുംബജോലികളിൽ ദൈവത്തെ കാണണം എന്നാണ് അവൾ പറഞ്ഞിരുന്നത്. ഒരിക്കൽ പ്രാർത്ഥനാവേളയിൽ ഒരു സങ്കീർത്തനം ചൊല്ലാൻ തുടങ്ങിയപ്പോൾ 4 പ്രാവശ്യം ഓരോ കാര്യത്തിന് അവൾ വിളിക്കപ്പെട്ടു. ഓരോ പ്രാവശ്യവും സങ്കീർത്തനം നിർത്തിവെച്ച് വേണ്ടത് ചെയ്തു. 5-ാം പ്രാവശ്യം സങ്കീർത്തനം ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ പ്രഥമവാക്യം സ്വർണമഷിയിൽ എഴുതപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. ഭർത്താവ് മരിക്കുന്നതിന് ഏതാനും കൊല്ലങ്ങൾക്ക് മുൻപ് ശാരീരിക പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കാൻ അദ്ദേഹം അനുവദിച്ചു. അന്നു മുതൽ വിശിഷ്ട ഭോജ്യങ്ങൾ ഉപേക്ഷിച്ച് ഭിക്ഷക്കാർക്കുള്ള ഉണക്ക റൊട്ടി തിന്നാൻ തുടങ്ങി. ജ്ഞാനപിതാവ് വിലക്കുന്നതുവരെ മുള്ളരഞ്ഞാണം ധരിച്ചു. കുട്ടികളെ വിശുദ്ധരായി വളർത്താൻ പരിശ്രമിച്ചു. 1413 നേപ്പിൾ സിസു രാജാവ് ലെഡിസ്ലാസു റോമ നഗരം ആക്രമിക്കുകയും ഫ്രാൻസിസിൻ്റെ ഭർത്താവിനെ നാടുകടത്തുകയും മകൻ ജോൺ ബാപ്റ്റസിനെ ജാമ്യതടവുകാരനായി കൊണ്ടുപോവുകയും ചെയ്തു. കോൺസ്റ്റാൻസു സൂനഹദോസിന് ശേഷം സമാധാനം ഉണ്ടായതിനെ തുടർന്ന് ഭർത്താവ് സ്വദേശത്തേക്ക് മടങ്ങി. കണ്ടുകെട്ടിയ സ്വത്ത് തിരിച്ചു കിട്ടി. ഫ്രാൻസിസ് വഴി തനിക്ക് കൈവന്ന അനുഗ്രഹങ്ങളെ പരിഗണിച്ച് ഭർത്താവ് അവൾക്ക് അവളുടെ പ്രായശ്ചിത്ത മാർഗത്തിൽ കൂടെ നടക്കാനും താൻ ജീവിച്ചിരിക്കെ തന്നെ ഓബ്ലൈറ്റ്സ് എന്ന സന്യാസിനി സമൂഹം ആരംഭിക്കാനും അനുമതി നൽകി. 1433 പുതിയ സഭ ആരംഭിച്ചു. 1437 എവുജേനിയൂസ് 4-ാമൻ പാപ്പ അതിന് അംഗീകാരം നൽകി. റോമയിൽ സഭയുടെ മാതൃഭവനം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേരിൽ നിന്ന് കൊള്ളാറ്റിൻസ് എന്ന് ഈ സഭയ്ക്ക് നാമമുണ്ടായി. ഭർത്താവിൻ്റെ മരണശേഷം ഈ മഠത്തിൽ അംഗമാകാൻ ചേരുകയും 1437 മാർച്ച് 21-ാം തീയതി വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ തിരുനാൾ ദിവസം അവൾ സഭാവസ്ത്രം സ്വീകരിച്ചു. സഭയിലെ എളിയ ജോലികൾ ചെയ്ത് ജീവിക്കുകയായിരുന്നു അവളുടെ ലക്ഷ്യമെങ്കിലും അംഗങ്ങൾ അവളെ മഠാധ്യാപികയായി തിരഞ്ഞെടുത്തു. അതിസ്വാഭാവിക അനുഗ്രഹങ്ങൾ പലതും ഹ്രസ്വമായ സന്യാസ ജീവിതത്തിൽ അവൾക്ക് ലഭിച്ചു. കാവൽ മാലാഖ നേരിൽ അവളോട് സംസാരിച്ചിരുന്നു. 1440 മാർച്ച് 9-ാം തീയതി 56-ാമത്തെ വയസ്സിൽ ഫ്രാൻസിസ് നിര്യാതയായി. 1608 5-ാം പൗലോസ് പാപ്പ ഫ്രാൻസിസിനെ വിശുദ്ധയെന്ന് നാമകരണം ചെയ്തു. കർത്താവിന് ലഘുവായ മനപ്രയാസം പോലും വരുത്താതെ 40 കൊല്ലം ജീവിച്ച ഫ്രാൻസിസ് വിവാഹിത സ്ത്രീകൾക്ക് ഉത്തേജനമായിരിക്കേണ്ടതാണ്.